ലോസ് ആഞ്ചലസിനെ വിറപ്പിച്ച് കാട്ടുതീ പടരുകയാണ്. ലോസ് ആഞ്ചലസിലും അതിനോട് ചേർന്നിട്ടുള്ള മേഖലകളിലും പടർന്ന കാട്ടുതീയിൽ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ മരണസംഖ്യ 5 ഉയർന്നു. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. പരിക്കേറ്റവരുടെ എണ്ണം കൃത്യമായി തിട്ടപ്പെടുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അമേരിക്കയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നഗരത്തിനു ചുറ്റും പൊട്ടിപ്പുറപ്പെട്ട ഒന്നിലധികം കാട്ടുതീയിൽ 1000-ലധികം കെട്ടിടങ്ങൾ കത്തി നശിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഇതോടെ 10,000-കണക്കിന് ആളുകളെ അവരുടെ വീടുകളിൽ നിന്ന് മാറ്റേണ്ടി വന്നു. 5000 ഏക്കറിലധികം വനം കത്തി നശിച്ചു. തീ വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ലോസ് ഏഞ്ചലസ് ഫയർ ചീഫ് ആന്റണി മാരോൺ പറഞ്ഞു. ഏകദേശം 1000 കെട്ടിടങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. മുന്നറിയിപ്പ് നൽകിയിട്ടും ഒഴിഞ്ഞുമാറാത്ത നിവാസികൾക്ക് കാര്യമായ പരിക്കുകളേറ്റിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. നഗരത്തിന്റെ വടക്ക് ഭാഗത്തുള്ള അൽത്തഡേനയ്ക്ക് ചുറ്റും രണ്ടാമത്തെ വലിയ കാട്ടുതീ ആളി കത്തുകയാണ്. ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പ്രചരിക്കുന്നുമുണ്ട്. 500-ലധികം ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. നിർഭാഗ്യവശാൽ സിവിലിയന്മാരിൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം അജ്ഞാതമാണ്. ഹോളിവുഡ് സെലിബ്രിറ്റികൾ ഉൾപ്പെടെ 70,000 പേരെയെങ്കിലും ഒഴിപ്പിക്കൽ ഉത്തരവുകൾ ബാധിച്ചുവെന്നാണ് കണക്കാക്കുന്നത്. വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ വീടും ഒഴിപ്പിക്കൽ മേഖലയിലായിരുന്നു. അവിടെ നിന്നും അതിവേഗം ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന പ്രക്രിയ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 1400-ലധികം അഗ്നിശമന സേനാംഗങ്ങളെയും നാഷണൽ ഗാർഡ് സേനയെയും വിന്യസിച്ചതായി ഗവർണർ ഗാവിൻ ന്യൂസ്റോം പ്രഖ്യാപിച്ചു. ആകാശ അഗ്നിശമന സേവനങ്ങൾക്കായി കാത്തിരിക്കുകയാണ് നിലവിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ. കാലാവസ്ഥ അനുകൂലമായാൽ ഉടൻ ഇതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് സൂചന. തീപിടുത്തം ലോസ് ആഞ്ചലസ് കൗണ്ടിയിലെ 100-ലധികം സ്കൂളുകൾ അടച്ചുപൂട്ടുന്നതിനും മേഖലയിലെ വൈദ്യുതി തടസ്സത്തിനും കാരണമായി. കാട്ടുതീ 1,80,000-ലധികം ആളുകളെ ബാധിച്ചുവെന്നാണ് കണക്കാക്കുന്നത്. ദക്ഷിണ കാലിഫോർണിയയിലെ ചില പ്രദേശങ്ങളിൽ ഉയർന്ന കാറ്റ്, തീപിടുത്ത സാധ്യത എന്നിവ കണക്കിലെടുത്ത് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ.